പെൺകരുത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന ലേഡീസ് അവറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം, ഞാൻ ജീജ സുരേന്ദ്രൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇന്ന് ജനുവരി 1. വളരെയധികം സന്തോഷമുണ്ട് ജനുവരി 1 തന്നെ കൗമുദി ചാനലിൽ ഇതുപോലൊരു ഇൻ്റർവ്യൂവിന് ഇരിക്കാൻ സാധിച്ചതിൽ. കേരളത്തിലെ ജനങ്ങളോട് എല്ലാവരോടും എനിക്ക് വിശേഷങ്ങൾ പങ്കിടാൻ സാധിച്ചതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ വന്നു, ഞാൻ എങ്ങനെ വളർന്നു, ഞാൻ എങ്ങനെ ഇതുവരെ എത്തി, അങ്ങനെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ടായി. ഇതുവരെ ഇൻഡസ്ട്രിയിൽ വരാത്തവർക്ക് പ്രത്യേകിച്ചും. ഞാൻ വന്നേ എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയിൽ വരുമെന്ന് കരുതിയിട്ടൊന്നും വളർന്നു വന്നതല്ല. ഇപ്പോൾ എന്താ പറയേണ്ടത്, ഒരു കുസൃതി ഒരുപാട് കൂടുതലുള്ള കൂട്ടത്തിലായിരുന്നു കൊച്ചിൽ ഞാൻ എന്ന് എൻ്റെ അച്ഛനമ്മയും പറയും. കാരണം ഈ ജനുവരി 1 എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയേണ്ടത്, എൻ്റെ കുസൃതി ഓവറായ സമയത്ത് ഡാൻസ് എന്ന് എന്താണെന്ന് അറിയാത്ത കാലത്ത്, ഒരു 2.5-3 വയസ്സുള്ള കാലത്ത് ഞാനൊരു ഡാൻസ് കാണാൻ പോയി. അത് കണ്ടു വന്ന് വീട്ടിൽ അതുപോലെ അന്നത്തെ പ്രായത്തിൽ അതുപോലെ കളിച്ചു വന്ന് ആ ഡാൻസ് തന്നെ ഒരു സ്റ്റേജിൽ എനിക്ക് കയറാൻ പറ്റിയത് ഇതുപോലെ ഒരു ജാനുവരി 1 അതുകൊണ്ട് തന്നെ ജാനുവരി 1 എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ്, ഒരുപാട് ഓർമ്മകളുള്ളൊരു ദിവസമാണ്. അതുകൂടാതെ ഞാനാവണം എന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും വേണ്ടേ. എൻ്റെ അച്ഛനും അമ്മേൻ്റെ കല്യാണം കഴിഞ്ഞ ദിവസം ജനുവരി 1. അത് കഴിഞ്ഞ് എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ദിവസം ജനുവരി 1. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ച ദിവസമാണ് ജനുവരി 1. അതോടുപോലെ തന്നെ കൗമുദി ചാനലിലും എൻ്റെ ഇൻ്റർവ്യൂ ജനുവരി 1 വരുന്നു. അത് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ എൻ്റെ കുസൃതികൾ നിറഞ്ഞ ഒരു ചെറുപ്പകാലത്തിൽ എൻ്റെ അച്ഛനാണ് എന്നിലുള്ള കലയ്ക്കുള്ള ബോധം, അതായത് കലയ്ക്ക് എനിക്ക് അധികമായ താല്പര്യമുണ്ടെന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ കണ്ടെത്തിയത് കൊണ്ട് എൻ്റെ അച്ഛൻ എന്നെ ചെറുപ്പകാലത്ത് തന്നെ, അതായത് നമ്മളിപ്പം എഴുത്തിനിരുത്തുക എന്നൊക്കെ പറയില്ലേ, ആ എഴുത്തിനിരുത്തുന്ന അതേ ദിവസം എന്നെ ഡാൻസ് പഠിപ്പിക്കാനും തുടക്കമായിരുന്നു. അങ്ങനെ ഡാൻസ് പഠിച്ച് സ്കൂളുകളിൽ, അന്ന് LKG ഇല്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ്. എൻ്റെ അച്ഛനൊരു സ്കൂളിലൊരു മാസ്റ്ററായിരുന്നു. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ ആ ഒരു കല ഡാൻസ് ക്ലാസ് രൂപത്തിൽ, ഡാൻസ് ക്ലാസ്സിൽ 1-ാം ക്ലാസ് മുതൽ, അന്ന് 1-ാം ക്ലാസ് അല്ല, 4, 5, 6, 7 വരെ ലോ സെക്ഷൻ, അങ്ങനെ കോമ്പറ്റീഷൻസ് വരുമ്പം സ്കൂൾ ലെവലിൽ കലാതിലകമാകും. എല്ലാ കാര്യത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാത്തിലും ഫസ്റ്റാകും. അതെൻ്റെ ഒരു വാശിയാണ്. ഇപ്പോഴും എനിക്ക് ആ വാശിയുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും ഒന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ക്ലാസ് 1 തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ തുടങ്ങരുത്, ചെയ്യരുത്. അങ്ങനെ 7th കഴിഞ്ഞു. പിന്നെ 8th, 9th, 10th ഹൈസ്കൂൾ ലെവൽ, അവിടെയും ഏത് പരിപാടി വന്നു കഴിഞ്ഞാലും ജയിച്ചായിരിക്കും ഫസ്റ്റ്. അതെൻ്റെ ഒരു വാശി പിടിച്ച കാര്യം. അതുവരെയും ഞാൻ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ SSLC കഴിഞ്ഞപ്പം കോളേജ്, PRNSS കോളേജിലാണ് പിന്നെ ഉണ്ടായിരുന്നത്. അവിടെ എത്തുമ്പോഴാണ് കോമ്പറ്റീഷൻ ടൈറ്റ് ആവുന്നത്. അപ്പോഴാണ് ജീജ ഒരു കലാകാരിയാണ്, ഡാൻസറാണ്. അത് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി അത്ര വലിയൊരു ഇതില്ല. അന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ടെൻഷനില്ല. അന്നത്തെ കാലത്ത് കുച്ചിപ്പുടി അത്ര വന്നിട്ടില്ല. പക്ഷേ ഭരതനാട്യം, മോഹിനിയാട്ടം സൂപ്പറായിരുന്നു, ഫസ്റ്റായിരുന്നു. പക്ഷേ കോളേജ് ലെവലിൽ വന്നപ്പോൾ കോമ്പറ്റീഷൻ മുറുകയാണ്. കാരണം മറ്റു പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരായി. അവിടെ നിന്നാണ് ശരിക്കും കലാപരമായിട്ട് ഉയർന്നാൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമാകും എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകുന്നത്. അതുവരെ ഉണ്ടായിട്ടില്ല. ചുമ്മാ പഠിക്കുന്നു, സ്റ്റേജ് കയറുന്നു, കോമ്പറ്റീഷൻ വരുന്നു, കുറേ കപ്പുകൾ സമ്മാനമായിട്ട് കിട്ടുന്നു എന്നല്ലാതെ നമ്മുടെ ജീവിതമാർഗം കലാപരമായി ഉയർന്നാൽ മറ്റു ഉദ്യോഗത്തോടൊപ്പം തന്നെ ചിലപ്പോൾ അതിൽ മേലെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നൊരു ബോധം എൻ്റെ തലയിൽ ഉദിച്ചത് അപ്പോഴാണ്. പക്ഷേ അന്നത്തെ കാലത്ത് ഈ കലാപരമായി മാത്രം ഉയർന്നുകൊണ്ട് ജീവിക്കാമെന്ന് പാരൻസ് സമ്മതിക്കില്ല. അവർക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി പഠിക്കണം, എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം. ഇതല്ലാതെ നമ്മൾ ഇത്തരത്തിൽ ഉയർത്താനില്ല. ജോലി ആകുക, അല്ലെങ്കിൽ ഡിഗ്രി കഴിയുക, കെട്ടിച്ചു വിടുക. അങ്ങനെ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും എത്തിയത്. ഒരു കാര്യം ഇതിനിടയിൽ വിട്ടുപോയി. ഞാൻ ശരിക്കും ജനിച്ച് വളർന്നത് എന്ന് പറയുമ്പം എൻ്റെ നാട് കണ്ണൂരാണ്. ആ കണ്ണൂരിൽ
മുണ്ടയാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചത്, എൻ്റെ അമ്മ വീട്. അതിരകം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ അച്ഛൻ വീട്. ഞാൻ പഠിച്ചത് അതിരകം UP സ്കൂളിലാണ്. അവിടെ നിന്നാണ് ശരിക്കും എൻ്റെ കോമ്പറ്റീഷൻ തുടങ്ങുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ നിന്നും അതിരകം UP സ്കൂൾ എന്നൊക്കെ പറയുന്ന സമയത്ത് കലാകാരന്മാർ കുറവാണ് അവിടെയൊക്കെ. എനിക്ക് വലിയൊരു മഹാറാണിയായിട്ട് അവിടെ നിന്ന് കോമ്പറ്റീഷനിലൊക്കെ വളർന്നു വരാൻ പറ്റും. അത് നേരെ ചൊവ്വ ഹൈസ്കൂളിലേക്ക് വരുന്ന സമയത്ത് അവിടെ കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടായി. അവിടെ വാശി കോമ്പറ്റീഷൻ അവിടെ നിന്നൊക്കെ ജയിച്ചാൽ വളർന്നു വന്നതാണ്. അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഡാൻസ് മാത്രമല്ല കേട്ടോ, കഥാപ്രസംഗം, പാട്ട്, ഇങ്ങനെ പല എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുകയെന്ന് എനിക്ക് അറിയില്ല. എന്തെങ്കിലും ഒന്ന് കണ്ടാൽ ആ സെക്കൻഡ് കൊണ്ട് ഗ്രാസ്പ് ചെയ്യുക, അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അത് എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് അന്ന് രാത്രി തന്നെ ഞാൻ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ ഒന്ന് അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കും. ഉള്ള കുസ്തിയൊക്കെ കാണിച്ച് അങ്ങ് ചെയ്തു കൊടുക്കും. പക്ഷേ ഏകദേശം അതൊക്കെ ഒരു എന്താ പറയേണ്ടത്, ഈ ചില കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കൈപ്പുണ്യം എന്നൊക്കെ പറയില്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും, എന്നാൽ വലിയ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെയാണ് ഞാൻ അവതരിപ്പിച്ച അതിന് എന്തൊക്കെയോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാകും. അതാണ് എൻ്റെ അച്ഛൻ കണ്ടെത്തിയ എന്നിലുള്ള കഴിവ്. അതാണ് എൻ്റെ അച്ഛൻ വളർത്തി തന്നത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാപരമായിട്ട് ഇന്നും അന്നും ഭയങ്കര ചിലവേറിയ കാര്യമാണ്. എൻ്റെ അച്ഛൻ അങ്ങനെ സാമ്പത്തികമുള്ള കൂട്ടത്തിലല്ല. നമ്മൾ 6 മക്കളുണ്ടായിരുന്നു, 2 പെൺകുട്ടികളും 4 ആൺകുട്ടികളും. അപ്പോൾ ഈ 6 മക്കളുടെ സ്റ്റഡീസും അവരുടെ ചിലവുകളും ഡ്രസ്സും ഇതെല്ലാം കൂടി ആയി കഴിയുമ്പോൾ എന്നിലുള്ള കല വളർത്താൻ എൻ്റെ അച്ഛൻ ചിലവാക്കിയ പണം, ഞാൻ സ്വയം പണം ഉണ്ടാക്കി ഞാൻ ചിലവാക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ അന്ന് ഈ 6 മക്കളെ വെച്ച് എന്തെല്ലാം കഷ്ടപ്പെട്ട് കാണും എനിക്ക് വേണ്ടിയിട്ട്. കാരണം ഡാൻസിന് ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ കോസ്റ്റ്ലി ഡ്രസ്സ് വേണം, ഓർണമെൻറ്റ്സ് വേണം, എല്ലാം വേണം. അത് അപ് ടു ദ മാർക്ക്, ഒരു പന്തി ഞാൻ തന്നെ മുന്നിൽ വേണമെന്ന് എൻ്റെ അച്ഛൻ അന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരു തരത്തിലും ക്വാളിറ്റി കുറഞ്ഞ ഒരു സാധനം എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തരില്ല. കാശ് കൂടിയാലും എൻ്റെ മകൾ 1ാം സ്ഥാനത്തിരിക്കണം എന്നുള്ളൊരു വാശിയിൽ എന്നെ വളർത്തി തന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കോളേജ് ലെവലിൽ എത്തിയപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടെങ്കിൽ കൂടിയും സാമ്പത്തികം ഉണ്ടാക്കണം എന്നൊരു മെൻറ്റാലിറ്റി എനിക്ക് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ആരെങ്കിലും വിളിക്കുമ്പോൾ എനിക്ക് തോന്നും നമ്മളെന്തിനാ ഫ്രീ ആയി ചെയ്ത് കൊടുക്കണം. ഞങ്ങൾക്ക് കാറ് വരും, അവിടെ ചെന്ന് അവരുടെ സ്റ്റേജ്, അവരുടെ അവർക്ക് മാത്രം, അതായത് മൃദംഗം വായിക്കുന്നവർക്ക് മറ്റവർക്ക് അവർക്കൊക്കെ എന്താ ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ ഞാനെന്തിന് വെറുതെ ഡാൻസ് ചെയ്യണം, എനിക്കും പണം കിട്ടണം. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നമ്മളെ ഡ്രസ്സ്, നമ്മുടെ ഇത് എല്ലാ കാര്യങ്ങളും, അപ്പോൾ നമുക്ക് സാമ്പത്തികം വേണ്ടേ, അച്ഛൻ അതും ചേർത്ത് പറയൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ അന്നത്തെ കാലത്ത് ഇന്ന് എന്താ പറയേണ്ടത്, 1 ലക്ഷം 2 ലക്ഷം 10 ലക്ഷം വാങ്ങുന്നിടത്ത് അന്ന് എനിക്ക് 500 രൂപ കിട്ടിയിരുന്നു. അതെൻ്റെ അച്ഛന് ഒരു സ്റ്റേജിൽ ഒരു 500 രൂപ എൻ്റെ അച്ഛന് എൻ്റെ റെമ്യൂണറേഷനായിട്ട് കയ്യിൽ കൊടുക്കുമ്പോഴുള്ളൊരു മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ. അന്ന് എനിക്കെന്താ ഒരു 17 വയസ്സ്. ആ സമയത്ത് ആദ്യമായി കിട്ടിയ ആ 500 രൂപ, പക്ഷേ 5 ഡാൻസൊക്കെ ചെയ്യും കേട്ടോ, 5 6 ഡാൻസൊക്കെ ചെയ്യും. അതെത്ര ഡാൻസ് എന്നുള്ള നമ്പേഴ്സൊന്നുമില്ല, അതങ്ങ് ചെയ്യും. ഒരു സ്റ്റേജിൽ 2.5-3 മണിക്കൂർ എല്ലാ പ്രോഗ്രാമിൻ്റെ കൂടെ അങ്ങ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ആ 500 രൂപ കയ്യിൽ വാങ്ങി എൻ്റെ അച്ഛന് കൊടുത്ത് ആ കാലൊന്ന് നമസ്കരിക്കുമ്പോൾ ഒരു കരച്ചിൽ വരും. എനിക്ക് സന്തോഷം കൊണ്ടാണ്. എൻ്റെ അച്ഛൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് എന്നെ ആക്കി തന്നപ്പോൾ എനിക്ക് 500 രൂപയെങ്കിലും തരാൻ പറ്റിയല്ലോ അച്ഛാന്നുള്ളൊരു സന്തോഷം കൊള്ളുള്ളൊരു കണ്ണീര്. ഇന്ന് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഇല്ല, എന്നാലും ഞാനത് ഓർത്തു പോവുകയാണ്. ജനുവരി 1 എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കല്യാണ ദിവസം, ഞാൻ ജനിച്ചത്, എനിക്ക് കല്യാണം നടത്തി തന്ന ദിവസം. അന്ന് എൻ്റെ അച്ഛൻ പറയായിരുന്നു, എൻ്റെ കല്യാണ ദിവസമാണ് നിനക്കും മുഹൂർത്തം, താലിഭാഗ്യം വന്നിരിക്കുന്നത്. അച്ഛൻ്റെ മോളായിട്ട് യാതൊരു പേരുദോഷമില്ലാതെ വളരെ നല്ല രീതിയിൽ കലാപരമായിട്ടും പഠിച്ചിട്ടും ഉദ്യോഗത്തോടു കൂടി വളരണമെന്ന് എൻ്റെ അച്ഛൻ എപ്പോഴും പറയായിരുന്നു. ഈ ജനുവരി 1 ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ അച്ഛനെയും അമ്മേനെയും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ കലാപരമായിട്ട് ഇന്നിവിടെ നിൽക്കുമ്പോൾ, കൗമുദിയിൽ നിൽക്കുമ്പോൾ, ഈ ഡാൻസിനെ പറ്റി ഞാൻ വായി തോരാതെ സംസാരിക്കുമ്പോൾ കോളേജ് ലെവലിലെത്തിയ ദിവസങ്ങളിലേക്കും ഞാൻ ഓർത്തു പോവുക. പിന്നെ അവിടുന്ന് +1 +2 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നവരെ 5 വർഷം. ആ 5 വർഷത്തിലും കലാതിലകം, ഭരതനാട്യം, ഈ ജീജ മാത്രമായിരുന്നു. ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാറ്റം ഇന്ന് വരെ ഒരാൾക്കും കിട്ടിയിട്ടില്ല. 5 വർഷം കണ്ടിന്യൂസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരാൾക്കും ഡാൻസ്, ഭരതനാട്യം, കലാതിലകം 5 വർഷം കണ്ടിന്യൂസ് ആയ ആരുമില്ല. പിന്നെ അവർ പ്രതീക്ഷിച്ചത് മഞ്ജു വാര്യരായിരുന്നു. കാരണം വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് കണ്ടിന്യൂറ്റി അല്ല, പിന്നെ കണ്ണൂർ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയി വന്നത് മഞ്ജു ആയിരുന്നു. പക്ഷേ മഞ്ജു അതിലിടയ്ക്ക് സിനിമയിലേക്ക് വന്നു. എന്നെ അന്നത്തെ കാലത്ത് സിനിമയിലേക്ക് ചോദിച്ചപ്പോൾ
സിനിമ അത് ശരിയാവില്ല, അത് കുടുംബത്തിൽ പറഞ്ഞവർക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ പേടിച്ചു, എന്നെ വിട്ടില്ല. അങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ എൻ്റെ ഭർത്താവിന് തലയിൽ താലി കെട്ടി എന്നെ പറഞ്ഞയക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ഭർത്താവ് നല്ലൊരു ഹൃദയമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് എന്നിലുള്ള കല, എൻ്റെ അച്ഛൻ എൻ്റെ ഭർത്താവിലേക്ക് എന്നെ പറഞ്ഞു വിടുമ്പോൾ ഞാൻ ആദ്യമായിട്ട് എന്നിലുള്ള കല കണ്ടെത്തിയ എൻ്റെ ഭർത്താവ് എൻ്റെ അച്ഛനിൽ നിന്നും ഭർത്താവിലേക്ക് അദ്ദേഹം എന്നിലുള്ള കല ശരിക്കും എന്നെ വളർത്താനായിട്ട് എൻ്റെ അച്ഛനെ പോലെ തന്നെ എൻ്റെ കൂടെ നിന്നു. എനിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. അന്നും ഡാൻസ് കൈവിടാതെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഊട്ടിയിലേക്ക് എത്തുകയാണ്. ആ ഊട്ടിയിലേക്ക് എത്തുമ്പോൾ പിന്നെ കുടുംബജീവിതം ഞാനും അറിയാതെ ഒരു 2-3 വർഷം കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി. ഡാൻസ് മനസ്സിലുണ്ട്, ഞാൻ റിഹേഴ്സൽ വീട്ടിൽ നിന്ന് ചെയ്യും. പിന്നെ ഗർഭിണിയൊക്കെ ആയപ്പോൾ അതങ്ങനെ സ്റ്റോപ്പായിപ്പോയി. പക്ഷേ 3 വർഷത്തിന് ശേഷം വീണ്ടും എനിക്ക് അവിടെ ഒരു സ്കൂളിൽ ജോലി കിട്ടുകയാണ്. അവിടെ എത്തുമ്പം വീണ്ടും എനിക്ക് ഈ കല പരിപോഷിപ്പിക്കാൻ സാമർഥ്യം തുടങ്ങി. കാരണം അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളെ ഞാൻ ഡാൻസ് പഠിപ്പിക്കും, എല്ലാ കുട്ടികളെയും ഡാൻസ് പഠിപ്പിക്കുക, കോമ്പറ്റീഷൻ എത്തിക്കുക, അങ്ങനെ ഒരു തീരുമാനമായി. അവിടെ എനിക്ക് ആൺകുട്ടിയാണ് ജനിച്ചത്, പെൺകുട്ടികളെ വളർത്തുക, പെൺകുട്ടികളെ ഡാൻസ് ചെയ്യിപ്പിക്കുക എന്ന്. എൻ്റെ മോനെ ഡാൻസ് ചെയ്യിപ്പിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷേ ഒരു രക്ഷയില്ല. ഒരു തരത്തിൽ അരമണ്ഡലം ഒന്ന് ഇരിക്കാൻ പറഞ്ഞാൽ മതി അവൻ ഓടിക്കളയും. കാരണം ഡാൻസിനോട് താല്പര്യമില്ല. അതുകൊണ്ടാണ്. ആൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, പക്ഷേ എനിക്ക് അതിനുള്ള കുട്ടിയെ അല്ല. അവന് പാട്ടിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഡാൻസിനോട് താല്പര്യമില്ല. എനിക്കത് മാത്രമല്ലേ കൂടുതൽ അറിയുള്ളൂ. അങ്ങനെ ആ സ്കൂളിലെ കുട്ടികളെ എൻ്റെ മനസ്സിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ആ സ്കൂളിലുള്ള കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ച് ഞാൻ നല്ലൊരു ഡാൻസ് ടീച്ചർ എന്നുള്ള, ഞാൻ ശരിക്കും ഓഫീസിൽ ജോയിൻ ചെയ്തു, പക്ഷേ ഡാൻസ് ടീച്ചറും കൂടി ആയി. ആ കുട്ടികൾക്ക് ഡാൻസ് പഠിപ്പിക്കുന്നതിനോടൊപ്പം എൻ്റെ ആരോഗ്യം ഞാൻ അവിടെ സംരക്ഷിക്കും. കാരണം എക്സസൈസ്, അതായിരുന്നു എൻ്റെ ലക്ഷ്യം.